ഹായ്, ഉമ്മാൻ്റെ പഠിക്കണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ നാട്ടിൽ അരീക്കോടൊക്കെ എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി 2 പോട, ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് ആക്കണ്ട, ചതച്ചെടുത്താൽ മതി. 1.5 സ്പൂൺ ഉലുവ, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കേരളക്കാർ പൊതുവെ ബീഫ് നന്നായിട്ട് കഴിക്കുന്നവരാണ്. എല്ലാ ആളുകളും ചില ചുരുക്കം ആളുകൾ മാത്രമേ ബീഫ് കഴിക്കാത്തവരായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ബീഫിനകത്ത് ഈ മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം. ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കുമല്ലേ ബീഫ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ മലപ്പുറത്ത് ഞങ്ങളുടെ അരീക്കോട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഈ ഒരു മോഡലിൽ നിങ്ങൾ ബീഫ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞങ്ങൾക്കിത് പുട്ടിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഞങ്ങളുടെ പൊറാട്ടയുടെ കൂടെയും ഞങ്ങളുടെ എന്താ പറയുക കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഞങ്ങൾ ബീഫ് കഴിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ മലപ്പുറത്തുകാർ. ഞാനിത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് 4 വിസിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പിലിട്ട് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ വെള്ളം കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. വെള്ളം ഏതായാലും വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അന്നേരം നമ്മൾ നല്ലൊരു കളർ ബീഫിന് നല്ലൊരു കളറും നല്ലൊരു മണവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.